ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ പാല് ചൂടാക്കുമ്പോൾ ഒരു തവണയെങ്കിലും ആ പാല് പിരിഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പിരിഞ്ഞു പോയ പാല് വെറുതെ കളയാതെ അതിൽ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പനീർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ 1 ലിറ്റർ അളവിലുള്ള പിരിഞ്ഞ പാലാണ്. അതായത് നമ്മളിപ്പോൾ പിരിഞ്ഞ പാൽ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പാലെന്ന് പറയുന്നത് 4-5 ദിവസമായ പാലാണ്, ഫ്രിഡ്ജിലിരിക്കുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കേടായ പാലാണ്. അത് പിരിഞ്ഞ പാലല്ല, അത് കേടായ പാലാണ്. ആ പാല് നമ്മൾ ഇതിന് പനീർ തയ്യാറാക്കാൻ വേണ്ടി എടുക്കരുത്. അതല്ലാതെ നമ്മളിപ്പോൾ പാല് ചൂടാക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ തവി എങ്ങാനും കറികളിൽ ഉപയോഗിച്ച തവിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും കറികൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും പാല് പിരിഞ്ഞു പോകാറുണ്ട്. അതല്ല, നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ ഫ്രിഡ്ജിൽ വെക്കാൻ പാല് മറന്നുപോയി, വൈകുന്നേരം ചൂടാക്കുമ്പോഴും അങ്ങനെയും പാല് പിരിഞ്ഞു പോകാറുണ്ട്. ആ പാലൊക്കെ നമുക്ക് പനീർ തയ്യാറാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് പിരിഞ്ഞു പോയ പാലാണിത്. 1 ലിറ്റർ അളവിൽ പാലുണ്ട്. ഇതുപോലെ പിരിഞ്ഞു പോയി തുടങ്ങി കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത്. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഞാനിപ്പോൾ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നാരങ്ങ ജ്യൂസിന് പകരം നമുക്ക് ഇതിലേക്ക് വിനാഗിരിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ നാരങ്ങ ജ്യൂസും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ, തിളയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതുപോലെ അല്പം നാരങ്ങ ജ്യൂസോ വിനാഗിരിയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാല് നന്നായിട്ട് ഇതിനൊന്ന് പിരിഞ്ഞ് ഇതുപോലെ പനീർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഇതുപോലെ വരുന്ന സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരു കോട്ടൺ ടവൽ ഇടാവുന്നതാണ്. ഇതുപോലൊരു കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ തിരഞ്ഞ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പനീർ കിട്ടുന്നതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പാലിന് എത്രത്തോളം കൊഴുപ്പുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും പനീറിൻ്റെ അളവും കൂടുന്നത്. ഇപ്പോൾ കവർ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും കുറച്ചും കൂടി കുറഞ്ഞ അളവിലായിരിക്കും കിട്ടുന്നത്, ഒരു 1/4 ഭാഗത്തോളം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള പാല് തന്നെ കറന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചും കൂടി കൊഴുപ്പ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ഈ പനീറിലുള്ള കംപ്ലീറ്റ് വെള്ളവും ഒന്ന് പോയി കിട്ടണം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെള്ളവും ഈ തുണിയിലൂടെ അരിപ്പയിലൂടെ പിക്കോളും. ഞാനിപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് അധിക വെള്ളം പെട്ടെന്ന് തന്നെ ഒന്ന് പോയി കിട്ടും. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മുടെ പനീറിൽ ഏകദേശം വെള്ളവും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പനീർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാനും പാകത്തിന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിന് മുകളിലായിട്ട് നമ്മുടെ ഈ പനീറിൻ്റെ ഈ ഒരു കിഴി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് അത്യാവശ്യം നല്ല വെയിറ്റുള്ള എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ഇടികല്ലുണ്ടെങ്കിൽ ആ കല്ലിങ്ങ് വെക്കാവുന്നതാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ വെയിറ്റ് ആയിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ആയിട്ടുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒരു അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ പിടിച്ചിട്ട് ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ ഒന്ന് പിടിച്ചിട്ട് അത് ഇതിന് മുകളിൽ വെച്ച് കൊടുത്താലും മതിയാവും. ഏകദേശം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് കേട്ടോ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ട സമയം. മാക്സിമം 2 മണിക്കൂർ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ നല്ലതുപോലെ ഹാർഡായി പോകും. നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് വേണ്ടതെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മൾ എത്രത്തോളം വെയിറ്റ് വെച്ച് കൊടുക്കുമോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുന്നത് കേട്ടോ. എന്നാൽ ശരി, ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുക്കാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ പനീർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പനീർ ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കറി വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് തയ്യാറാക്കുകയോ എന്ത് വേണമെങ്കിലും ഇത് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഏകദേശം ഒരു 3-4 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എപ്പോഴും പനീർ തയ്യാറാക്കിയ ഉടനെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.